ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം, പ്രവീൺ പ്രണവ് എന്നുള്ള ആ ചാനലിൽ അവരുടെ പ്രശ്നങ്ങളാണ്. എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ വീട്ടിലും ഓരോരോ കാര്യങ്ങളുണ്ട്. ഇവരാദ്യം മുതലേ അമ്മ, അച്ഛൻ, അനിയൻ, ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ് എല്ലാവരുമായിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. നമ്മൾ ആ ഒരു ബോണ്ട് കണ്ടിട്ടാണ് ഇവരെ സ്നേഹിച്ചതും ഇവരുടെ എന്നാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ പൊട്ടന്മാരാക്കാണ് ഇവരൊക്കെ. ഇവരെന്ന് പറഞ്ഞാൽ ഇവരെ മാത്രമല്ല, കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പം യൂട്യൂബേഴ്സ്, കുറച്ച് ആൾക്കാർ, എല്ലാവരും ഞാൻ പറയത്തില്ല. ഓരോ പ്രശ്നങ്ങൾ എടുത്തിടുന്നു. ഓരോ പ്രശ്നങ്ങൾ അച്ഛനും അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുന്നു, പിന്നെ മക്കൾക്കെതിരെ കേസ് കൊടുക്കുന്നു, അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും എതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൂടെ ഓരോ പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഏതൊക്കെ ചാനലാണെന്നും കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാം. അപ്പം നമ്മളും ജനങ്ങൾ കാണുന്നതാണ്. ഈ പ്രവീണിൻ്റെയും കാര്യം പറഞ്ഞാൽ തന്നെ എന്ത് ബോണ്ടായിരുന്നു അവർ തമ്മിൽ, എന്ത് സ്നേഹത്തോടു കൂടിയായിരുന്നു. എവിടെ പോകുമ്പോഴും ചേട്ടനും അനിയനും കൂടെ എന്ത് വീഡിയോ ഇടുമ്പോഴും ഫാമിലി ആയിട്ട് ഇടുന്നു. ഇങ്ങനെയൊക്കെ ഇടുന്നത് കൊണ്ട് നമ്മൾ എന്നാ ചെയ്തു, നമ്മൾ അവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞപ്പം ഇപ്പം ഇതായി പറയുന്നു, ആദ്യം മുതലേ അച്ഛനും അമ്മയ്ക്കും വേർതിരിവുണ്ടായിരുന്നെന്നോ, ഫസ്റ്റ് ആളോട് വേർതിരിവാണെന്നും ചെറിയവനോട് വേർതിരിവ്, അങ്ങനെ രണ്ടും ഒരുമിച്ചല്ലായിരുന്നു എന്നൊക്കെ മൂത്തയാൾ പറയുന്നത് കേട്ടു. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് പറയുന്നതാണ്. ആദ്യം മുതലേ എന്നാൽ പിന്നെ ഇവർക്ക് ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എടുത്താൽ പോരായിരുന്നേ, ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. മൂത്ത ചെറുക്കൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നിന്ന് വീഡിയോ അവർക്ക് എടുത്താൽ മതിയായിരുന്നല്ലോ. അവരത് ചെയ്തില്ല. അവരെല്ലാവരെയും കാണിച്ചുകൊണ്ട് ഫാമിലിയുടെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടിട്ട് ഇപ്പോൾ ഇതാണ്ട് ആദ്യം വന്നിട്ട് മൂത്തവൻ പറയുന്നുണ്ട്, എനിക്ക് അഡ്രസ്സ് ഇല്ല, ഇങ്ങനെയൊക്കെ പറ്റിപ്പോയെന്ന്. അവൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല, പക്ഷെ അതിന് പിന്നെ പിടിച്ചുകൊണ്ട് അച്ഛനും അമ്മയും അനിയനും കൂടെ വന്നിട്ട് പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, അവന് അഡ്രസ്സുണ്ട്, അവന് വീടുണ്ട്, സ്വന്തമായിട്ടാണ്, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെയാണ് പിന്നെ ഇറങ്ങിയതെന്നോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഞാൻ കണ്ടു. നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. അതിനെതിരായിട്ട് അതാ വന്നിരിക്കുന്നു ചേട്ടൻ, പ്രശ്നങ്ങൾ. പിന്നെ 9ാം മാസത്തിൽ ആ പെണ്ണിനെ അടിച്ചെന്നോ, അവനെ അടിച്ചെന്നോ, അവനെ പിടിക്കാൻ പോയപ്പം മരുമകളെയും കൂടെ അടിച്ചെന്നോ, അടി കൊണ്ടെന്നോ, ചേട്ടത്തീനെ തെറി പറഞ്ഞെന്നോ, ചീത്ത പറഞ്ഞെന്നോ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവരും പറഞ്ഞു. ആ പെൺകൊച്ച് കരയുന്നുണ്ട്. ഞാനൊരു പെണ്ണാണ്, കുറേ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് തമ്മിലുള്ള ഓരോ അവസ്ഥകൾ. ആ 9 മന്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കൊച്ചിനും കൂടെ ഉണ്ടാകും ആ വിഷമം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ പറഞ്ഞു എന്ന് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ വീടല്ല, ഇറങ്ങിപ്പോക്കോ എങ്ങോട്ടെങ്കിലെന്ന് അങ്ങനെ പറയാൻ അങ്ങേർക്ക് എങ്ങനെയാ ഇത്രയ്ക്ക് അവകാശമുള്ളത്? കാരണം മകൻ കെട്ടിക്കൊണ്ട് വന്നതാണ്. ഒളിച്ചോടി വന്നതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വന്നോ എന്നും അല്ലായിരുന്നല്ലോ. വലിയ ആർഭാടമായിട്ടല്ലേ കല്യാണങ്ങളൊക്കെ കാണിച്ചതും വീഡിയോ ഇട്ടതൊക്കെ. അപ്പം പിന്നെ എങ്ങനെയാ പറയുന്നത് അവളുടെ അച്ഛൻ പണിത വീടെന്ന്? എല്ലാം പിന്നെ ആൺമക്കളുടെ കെട്ടിയോളുമാരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടാണോ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ? അല്ലല്ലോ. നമ്മുടെ മക്കൾക്ക് എന്താണോ അത് തന്നെയല്ലേ ആ മക്കൾക്കും ഉള്ളത്. അങ്ങനെ ചിന്തിക്കണ്ടേ? അമ്മയാണെങ്കിൽ മൃദു മൃദു എന്ന് വിളിച്ച് നടക്കുന്നു, അവിടെ പോകുമ്പോൾ നടക്കുന്നു. അമ്മയുടെ വോയിസ് കേട്ടു അവളെ ഇപ്പം കയറ്റത്തില്ല എന്ന്, അവളെ ഈ വീട്ടിൽ കയറ്റിയാലെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജനങ്ങളെ പൊട്ടന്മാരാക്കുമല്ലേ. ആദ്യം മുതലേ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വീഡിയോ ചെയ്യണമായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, യൂട്യൂബിൽ വന്നിരുന്ന് ചെളി വാരി എറിയുന്നു, എന്നിട്ട് അവരുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നു. ആദ്യം കുറച്ച് ആൾക്കാർ മൂത്തവൻ്റെ കൂടെ നിന്നു. രണ്ടാമത് അച്ഛനും അമ്മയും അനിയനും വന്നപ്പോഴത്തേക്കും അവരുടെ കൂടെ നിന്നിട്ട് ഇവരെ കുറ്റം പറഞ്ഞു. ഇവൻ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അവർ മറുകണ്ഠം ചാടിയിട്ട് ഇവൻ്റെ കൂടെ നിന്നു. അങ്ങനെയാണ് ജനങ്ങൾ പലവിധമാണ്. അവരെ നമുക്ക് ജനങ്ങളെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ കാണുന്നത് തന്നെ, ഇവർ സന്തോഷത്തോടുകൂടി ഇടുന്ന വീഡിയോസാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ കാണുമ്പം അതിൻ്റെ
ഈ കുറേ കുഞ്ഞു പിള്ളേരാന്ന് തോന്നുന്നു ചേട്ടന്മാരൊന്നിക്കണം, കൊച്ചു ചേട്ടൻ ഒന്നിക്കണം, പ്രവീൺ ചേട്ടൻ ഒന്നിക്കണം, നിങ്ങൾ ഒന്നിച്ച് വീഡിയോ കാണണം. അത് നമുക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ പിള്ളേരും കാണുന്ന ഇത് തന്നെയല്ലേ അടിച്ചു, ഇടിച്ചു എന്നൊക്കെ പറയുമ്പോൾ. കുറച്ചൊക്കെ മര്യാദയോട് കൂടി ഇവര് വീഡിയോസ് ഇടണമായിരുന്നു. ആ പ്രശ്നം അവര് തീർക്കണമായിരുന്നു. തീർത്തില്ല. അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് തെറ്റാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു മകൻ്റെ കെട്ടിയോളെന്ന് പറഞ്ഞാൽ സ്വന്തം മകള് തന്നെയാണ്. അങ്ങനെ കാണണം. അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം മകളായിട്ട് ഇപ്പുറത്ത് മാറിയിട്ട മകളല്ലാതെ മരുമകളാക്കി കളിക്കുന്ന കാര്യം ജനങ്ങൾ കാണുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കുക. ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേ ചാനലുകളുണ്ട്. നിങ്ങൾക്കറിയാലോ? പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യൂട്യൂബേഴ്സിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു 5,00,000 6,00,000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരക്കുകളാണ്. എന്നും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ആൾക്കാരായിരിക്കും. ജനങ്ങളോട് പറയാം. എന്നിട്ട് പിന്നെ വന്നിരുന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ വീഡിയോ ഇടാൻ തിരക്കാണ്, ഞങ്ങൾക്ക് ബിസിയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് അവരെ ഓരോ യൂട്യൂബേഴ്സിനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ പൊട്ടന്മാരെ പോലെ ഒരുമാതിരി നോക്കിയിരിക്കുന്നു. ഒരാഴ്ച ഇടുന്നു, 2 ആഴ്ച കൂടി ഇടുന്നു, അങ്ങനെയൊക്കെ ഇടുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. എല്ലാവരെയും പറയുന്നില്ല. എല്ലാവരും വന്ന് എന്നെ പൊങ്കാല ഇടാനോ ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം കുറച്ച് ആൾക്കാരുണ്ട്. തിരക്കാണ്, ഞങ്ങളിപ്പോൾ എപ്പോഴും വീഡിയോ ഇടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം പേരൻസിനെതിരെ കേസ് കൊടുക്കുന്നു, മക്കൾക്കെതിരെ കേസ് കൊടുക്കുന്നു. ഇതൊക്കെ കുഞ്ഞു പിള്ളേരും കാണുന്നുണ്ടെന്നുള്ളൊരു ചിന്ത വേണം. ഇന്നത്തെ തലമുറകൾ വളർന്നു വരുന്ന അവരും കാണുന്നതാണ് ഈ വീഡിയോസ് എന്ന് വിചാരിക്കണം. കുറച്ച് ആൾക്കാരുണ്ട്. നല്ല വീഡിയോസ് ഇട്ടൂടെ? നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അവിടെ തീർക്കുക. എന്നിട്ട് കുറേ ആൾക്കാർ ആ മോശം പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. കുറേ ആൾക്കാർ വേറെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. ശരിക്കുള്ള കാര്യങ്ങൾ നമുക്കൊന്നും അറിയത്തുമില്ല. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളോ നമുക്കറിയത്തില്ല. എന്നിട്ട് ഇവരാണെങ്കിൽ അതിനെതിരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഈ വീഡിയോസ് കാണുന്നതാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. കുറച്ചൊക്കെ വിവരത്തോടും ബുദ്ധിയോടും കൂടി വീഡിയോസ് ഇടാൻ നോക്കുക. അമ്മേനെ കുറ്റം പറയുന്നു, അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുന്നു, അപ്പനെതിരെ കേസ് കൊടുക്കുന്നു, മക്കൾക്കെതിരെ കേസ് കൊടുക്കുന്നു, ഇറക്കി വിടുന്നു. ഇതൊന്നും അല്ല കാണേണ്ടത് ഇന്നത്തെ തലമുറ. കുറച്ചൊക്കെ നിങ്ങളും ചിന്തിച്ച് എല്ലാവരും ചിന്തിച്ച് ചെയ്യുക. ഞാനും തുറന്ന് വീഡിയോ കാണുന്നതാണ് യൂട്യൂബ് തുറന്നിട്ട്. അപ്പം നമുക്കും കുറച്ചൊക്കെ ഒരു ഇതില്ലേ, നല്ലത് കാണണം, അല്ലെങ്കിൽ ഒരാൾക്കൊരു കാര്യം ഉപകാരപ്പെടുന്നത് കാണണം എന്ന് വിചാരിച്ചല്ലേ നമ്മളും ചെയ്യുന്നതൊക്കെ. ഇതൊന്നും ഇല്ലാതെ കുറച്ച് ആൾക്കാർ, എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്, കുറച്ച് ആൾക്കാരെ. എന്നെ പൊങ്കാലയിടാൻ വരണ്ട, എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കേ.